Hi guys, welcome back to Debugmedia. ഇന്ന് നമ്മളിവിടെ Node.js എക്സ്പ്രസ് ഉപയോഗിച്ചിട്ട് ഒരു ലോഗിൻ ഫോമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ലോഗിൻ ഫോം നമ്മൾ ഡാറ്റാബേസ് ഒന്നും കണക്ട് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്ത വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ വരുന്ന സീരീസിൽ MongoDB പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇത് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് എങ്ങനെയാണ് പോസ്റ്റ് റിക്വസ്റ്റും ഗെറ്റ് റിക്വസ്റ്റും പിന്നെ അത് മാത്രമല്ലാണ്ട് വാലിഡേഷൻ ഒക്കെ വർക്ക് ആവുന്നത്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ചാനലിൽ പോയതിനു ശേഷം വീഡിയോസ് എന്നുള്ളൊരു ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ആറ്റം താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ വീഡിയോ മുതൽ കണ്ടാൽ മതി. അപ്പോൾ ആ വീഡിയോ മുതൽ ഞാൻ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും അത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ Node.js പഠിക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയില്ലെങ്കിൽ ആദ്യം ഞാൻ ജാവാസ്ക്രിപ്റ്റ് കാണാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ജാവാസ്ക്രിപ്റ്റ് അറിയാത്ത ഒരാൾക്ക് Node.js പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കോഡിലേക്ക് എടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ തന്നെ ഒരു ബെൽ ഐക്കൺ കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഡേ ടു ഡേ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോസും മിസ് ആവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ പേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഡ് എല്ലാം ചെയ്യാൻ പോകുന്നത് script.js ഫയലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ എക്സ്പ്രസ് ഒക്കെ എഴുതാൻ പോകുന്നത്. ഇവിടെ നമുക്ക് const express is equal to require express എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എഴുതാം. ഫോർ എക്സാമ്പിൾ const app is equal to express ബ്രാക്കറ്റ്. ഇനി നമുക്ക് നമ്മൾ പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് const port is equal to process.env.port കൊടുക്കും. ആ പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് 3001 എന്നോ 3000 ഇഷ്ടമുള്ള കൊടുക്കാം. നമ്മൾ അടി വന്നിട്ട് const app.listen ഇതിൽ നമുക്ക് ആ പോർട്ട് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് കോൾ ബാക്ക് ആയിട്ട് ഇവിടെ വേണമെങ്കിൽ ആ കൺസോളും ചെയ്യാം. പക്ഷെ നമുക്കിത് എന്തായാലും വർക്ക് ആവുന്ന അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ട. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ Node.jsന്റെ ഫസ്റ്റത്തെ ട്യൂട്ടോറിയൽ മുതൽ കാണുക. കാരണം ഇതിന്റെ അവസാനം നമ്മളൊരു വെബ് ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് റെസ്പോൺസീവ് ആയിരിക്കും, ആനിമേറ്റഡ് ആയിരിക്കും, ഒപ്റ്റിമൈസ്ഡും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് മുതൽ കണ്ടാലാണ് നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഇവിടെ ഉള്ളത് ഒരു വ്യൂസ് ഫോൾഡറാണ്. നമ്മൾ HTML കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ index.html തന്നെ ഫയലുണ്ട്. അത് ലോഗിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഡിവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. ഒന്ന് നമ്മളെ സ്റ്റൈൽ ഷീറ്റും ഒന്ന് ആനിമേറ്റ് JS എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റും. അത് ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചൊരു സ്ക്രിപ്റ്റാണ്. പിന്നെ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ സ്റ്റൈൽ ഷീറ്റും ഉണ്ട്. അപ്പോൾ HTML CSS ഞാൻ ഓൾറെഡി കുറേ കവർ ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ കൂടെ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോഡ് പെൻ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് കുറേ പേര് ചെയ്ത ലോഗിൻ ഫോമും സൈൻ അപ്പ് ഫോമും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ ഞാൻ പോയിട്ട് ഈ ലോഗിൻ ഫോമാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇതിലത്തെ HTML CSS എടുത്തിട്ടാണ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ UI അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് എന്നിട്ട് ഞാൻ ഇതേപോലെ ആക്കി. എന്നിട്ട് ഇതിൽ ഞാൻ കുറച്ച് ആനിമേഷനും കൊടുത്തു. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇത് എക്സ്പാൻഡ് ആവണതും ഇത് ഫേഡിനും ആവണതും. അപ്പോൾ ഇതെന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് സമ്മറൈസ് ചെയ്ത് തരാം. ഇപ്പോൾ നമ്മൾ index.html പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാ നമ്മളെ മെയിൻ കണ്ടെയ്നർ കിട്ടും, പിന്നെ നമ്മളെ ഫോം കിട്ടും, പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന ഇമേജ് കിട്ടും. ഈ ഇമേജാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മൾ സാധാ ഡിവും ഇൻപുട്ട് ബോക്സും. അപ്പോൾ ഈ ഫയൽസിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇത് മിക്കവാറും ഞാൻ ഗിറ്റിലേക്ക് പുഷ് ചെയ്തിട്ട് നിങ്ങൾക്കത് ക്ലോൺ ചെയ്തെടുക്കാമെന്നാണ്. പിന്നെ ഇവിടെ ഇൻപുട്ട് ബോക്സ് ഉണ്ട്, പക്ഷേ ഇത് ഇവർ കൊടുത്തിട്ടുള്ളത് ഒരു P ടാഗിനുള്ളിലാണ്. അപ്പോൾ എനിക്ക് അധികം കസ്റ്റമൈസ് ചെയ്യാൻ ടൈം ഇട്ടാത്തതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്യാണ്ടിരുന്നത്. പക്ഷേ ഇത് നിങ്ങൾ കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതൊരു നല്ല പ്രാക്ടീസ് അല്ല. ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല, ബാക്കിയുള്ള സ്ട്രക്ചറൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. index.css പോയാൽ കുറേ റിപ്പീറ്റഡ് കോഡ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യരുത്. ഇത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ പഠിപ്പിച്ച തന്ന ബെസ്റ്റ് പ്രാക്ടീസസും കാര്യങ്ങളും വേരിയബിൾസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കോഡ് എഴുതാൻ. പിന്നെ നമ്മളതിൽ animate.js ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ആനിമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ index.html പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ എക്സ്ട്രാ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടും ഹൈഡ് ഫോം എന്ന് പറഞ്ഞിട്ടും ഹൈഡ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചിട്ടുണ്ട് ആഡ് ക്ലാസ് റിമൂവ് ക്ലാസ്. ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എക്സ്ട്രാ ക്ലാസ് ആഡ് ചെയ്തത്. എന്നിട്ട് ഈ ക്ലാസ്സുകളിലാണ് ഞാൻ സ്റ്റൈൽ കൊടുത്തത്. ഫോർ എക്സാമ്പിൾ index.csൽ പോയിട്ട് ആറ്റം താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആനിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് ക്ലാസ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ആഡ് ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിട്ടുന്നത്. കാരണം ഫോമിൻ്റെ പാഡിങ് റിമൂവ് ചെയ്തു, പിന്നെ ഇൻപുട്ട് ബോക്സിൻ്റെ ഒപ്പാസിറ്റി കുറച്ചു, പിന്നെ വെടുത്തും ഹൈറ്റും കുറച്ച്. അതുകൊണ്ടാണ് ഇവിടെ ഈ വെടുത്തും ഹൈറ്റും കണ്ടത്. എന്നിട്ട് ഈ ഷോ സെക്ഷൻ ഉണ്ട്. ഈ ഷോ സെക്ഷൻ ആക്ച്വലി ഇല്ലാത്തതാണ് ഇതിൽ. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ animate.jsൽ വന്നിട്ട് ഇമേജിൻ്റെ ക്ലിക്കിൽ, അതായത് ഈ കാണുന്ന ഇമേജിൻ്റെ ക്ലിക്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കൊടുത്ത എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ ഞാൻ റിമൂവ് ചെയ്യണം. പക്ഷേ ഞാനത് നോർമലി അല്ല റിമൂവ് ചെയ്യണത്. ഞാനിവിടെ റിക്വസ്റ്റ് ആനിമേഷൻ ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്യണത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളത് ആനിമേറ്റ് ചെയ്യുമ്പോൾ ചില പിക്സലൊക്കെ മിസ്സാവും. അപ്പോൾ ആ ഫ്രെയിംസ് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്ത്നെസ് ഉണ്ടാവും. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു ട്യൂട്ടോറിയൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ മെയിൻ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ Node.js പഠിക്കലാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ HTML CSSൽക്കും അധികം കടക്കാത്തത്. അപ്പോൾ ഈ ആനിമേഷൻ ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എടുക്കും. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ ക്ലാസ് റിമൂവ് ചെയ്യണത്. അത് ഞാൻ ഓൾറെഡി ഇവിടെ ഫെച്ച് ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സുകളൊക്കെ ക്വയറി സെലക്ടർ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ക്വയറി സെലക്ടർ എന്ന് വെച്ചാൽ നമുക്ക് ആ ഡിവും
എന്ത് എലിമെന്റ് ആണോ അത് ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം ആ ക്ലാസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഇനീഷ്യലി കാണുന്ന ഈ ഒരു ഫ്രെയിം കിട്ടും. പക്ഷേ അടുത്തൊരു ഫേഡ് ഇൻ ചെയ്യുന്ന ഫ്രെയിമില്ലേ, അത് ഞാൻ 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് റിമൂവ് ചെയ്യുന്നത് അതിൻ്റെ ക്ലാസ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ സെറ്റ് ടൈം ഔട്ട് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇത് റിഫ്രഷ് ചെയ്യുമ്പോൾ ഒക്കെ ഒറ്റ ടൈമിൽ തന്നെ വരുന്നത്. അതും കുഴപ്പമൊന്നുമില്ല, നല്ല ആനിമേഷൻ തന്നെയാണ്. പക്ഷേ എനിക്കതൊരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാനത് 1 സെക്കൻഡിനുള്ളിൽ ആഡ് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാദ്യം വന്ന് എന്നിട്ട് ഇത് ഫേഡ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നത് പ്രൊഫൈൽ ക്ലിക്കിൻ്റെ ഉള്ളിലാണ്, അതായത് ഇമേജ് ടാഗിൻ്റെ ക്ലിക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ഫയൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. പക്ഷേ ഈ CSS HTML ഞാൻ ഇത് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് ഞാൻ പഠിപ്പിച്ച തന്ന സ്റ്റൈലുള്ള കോഡേ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് റീഫാക്ടർ ചെയ്യണം. റീഫാക്ടർ എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ പോയിട്ട് നല്ല രീതിയിൽ കോഡും ആവശ്യമില്ലാത്ത കോഡൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല കോഡ് മാത്രം എഴുതണം. പിന്നെ ഇവിടെ ഒരു UX പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പ്ലേസ് ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു നല്ല പ്രാക്ടീസ് അല്ല, കാരണം ഇവിടെ എപ്പോഴും നമ്മൾ ലേബിളാണ് കൊടുക്കേണ്ടത്. അതായത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ആ പ്ലേസ് ഹോൾഡർ കാണില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇപ്പോൾ ആളിപ്പോൾ എവിടെയെങ്കിലും സംസാരിച്ച് തിരിച്ചു നോക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവില്ല എവിടെ എന്താണ് ഞാൻ ടൈപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ആൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ നോക്കേണ്ടി വരും. അപ്പോൾ അതൊരു നല്ലൊരു UX അല്ല. പിന്നെ അത് മാത്രമല്ല ഇവിടെ ലോഗിൻ എന്നുള്ള ഹെഡിങ് ഇല്ല, അതൊരു നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ ഇവിടെ ഇത് ഉണ്ടെങ്കിൽ പോലും അത് ലോഗിൻ എന്നുള്ള ഹെഡിങ് കൊടുക്കണം നല്ലതാണ്, ഒരു നല്ല UX പ്രാക്ടീസ് ആണ്. പക്ഷേ അതൊന്നും നമ്മളിതിൽ കവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇപ്പോൾ വിടാം. ഇനി നമുക്ക് Node.js കിടക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ടിങ് മുതൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ വെക്കുന്നതായിരിക്കും, ഇതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ. പിന്നെ ഇതറിയണം, പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം HTML CSS അറിയണം, പിന്നെ കുറച്ച് JavaScript അറിയണം, പിന്നെ മെയിൻലി CSSന്റെ ആനിമേഷനും അറിയണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ പോയിട്ട് ഈ 3 കാര്യങ്ങൾ ആദ്യം പഠിക്കണം. എന്നിട്ട് നമുക്ക് ഇതിനായിട്ടൊരു സെപ്പറേറ്റ് ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി നമ്മൾ Node.js കിടക്കാം. അപ്പോൾ index.html CSSും animate.js ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് മെയിൻലി വേണ്ടത് വെച്ചാൽ ഒരു ലോഗിൻ ഫോമാണ്. അപ്പോൾ ഈ ലോഗിൻ ഫോം നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഫയൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. കാരണം ഇപ്പം ഞാൻ ലൈവ് സെർവർ വെച്ചിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്കത് സാധാരണ Express.js വെച്ചിട്ട് നമുക്കത് റെൻഡർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ app.use കൊടുക്കും, അതൊരു മിഡിൽവെയർ ആണ്. എന്നിട്ട് നമ്മൾ ഇതിനുള്ളിൽ express.static. ആ ഫോൾഡറിൻ്റെ പേര്, ഫോർ എക്സാമ്പിൾ നമ്മളെ ഫോൾഡറിൻ്റെ പേര് വ്യൂസ് എന്നാണ്. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ വന്നിട്ട് npm run dev എന്ന് കൊടുക്കും. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിൽ പോയിട്ട് ഇവിടെ ലോക്കൽ ഹോസ്റ്റ് 3001/index.html കൊടുത്ത് നമുക്കിവിടെ index.html കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ഈ ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്യണതൊക്കെ നമുക്ക് ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് എൻഡിലേക്ക് എത്തണം. ഫോർ എക്സാമ്പിൾ Node.jsക്ക് എത്തണം. അപ്പോൾ സാധാരണ നമ്മളൊരു API ആണ് പാസ് ചെയ്യാറ്, പക്ഷേ ഈ കേസിൽ നമ്മളിവിടെ index.html ഇതേ ഫയലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ബ്രൗസറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് ഉപയോഗിക്കും, പക്ഷേ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ മേലെ വന്നിട്ട് app.post എന്ന് എഴുതാം. ഈ പോസ്റ്റിനുള്ളിൽ നമുക്ക് /login എന്ന് എടുക്കാം. എന്താണ് നമ്മളെ API നെയിം /login. നമ്മൾ കോമ ഇട്ടിട്ട് സാധാരണ റിക്വസ്റ്റ് റെസ്പോൺസും ക്രിയേറ്റ് ചെയ്യും, ആരോ ഫംഗ്ഷൻ ഇടും. ഇനി ഇതിനുള്ളിലായിരിക്കും നമ്മൾ നമ്മളെ കോഡ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ index.html പോയിട്ട് ഇവർ പോസ്റ്റ് മെത്തേഡ് വിളിക്കും. പോസ്റ്റ് മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത ഇമെയിലും പാസ്വേഡും നമുക്കിവിടെ script.jsനുള്ളിൽ വന്നിട്ട് വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു ഇമെയിലും പാസ്വേഡ് ഹാർഡ് കോഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ വന്നിട്ട് const email = debugmedia@gmail.com. നമുക്കിവിടെ const password = 123 എന്ന് കൊടുക്കാം. നമുക്കിവിടെ പാസ്വേഡ് ഫുൾ എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഹാർഡ് കോഡഡ് ആയിട്ടുള്ള ഇമെയിലും പാസ്വേഡ് ഉണ്ട്. യൂഷ്വലി ഇത് ഡാറ്റാബേസ് എന്നാണ് വരുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി എപ്പോഴൊക്കെ യൂസർ index.html നിന്ന് ഇത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് അമർത്തും, അപ്പോഴൊക്കെ script.js വന്നിട്ട് അത് ചെക്ക് ചെയ്യണം. അതായത് ഇമെയിലും പാസ്വേഡും കറക്റ്റ് ആണോ. ആണെങ്കിൽ നമുക്കിത് ഏതെങ്കിലും ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സക്സസ് എന്നുള്ള മെസ്സേജും കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ index.html വന്നിട്ട് ഈ ഫോമിനുള്ളിൽ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഒന്ന് ആക്ഷൻ. ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് റൗട്ടിക്കാണോ കൊടുക്കുന്നത് ആ റൗട്ടിക്കാണ് ഇത് പോകുള്ളൂ. നമ്മുടെ കേസിൽ ലോഗിൻ റൗട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ലോഗിൻ എഴുതും. പിന്നെ അടുത്തത് വേണ്ട മെത്തേഡ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ മെത്തേഡ് എഴുതും. അപ്പോൾ മെത്തേഡ് എന്ന് വെച്ചാൽ ഗെറ്റ് പോസ്റ്റ് പുട്ട്. നമ്മുടെ കേസിൽ ഇത് പോസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പോസ്റ്റ് എന്ന് എഴുതാം. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ നെയിം എന്നുള്ള ആട്രിബ്യൂട്ടാണ്. ഇത് നമ്മൾ അധികം യൂസ് ചെയ്യാത്തതാണ്, കാരണം ഇത് സെർവർ സൈഡായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളുടെ യൂസ് നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ നെയിം ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ആക്സസ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെയിം ആട്രിബ്യൂട്ട് കമ്പൽസറി ആയിട്ട് നമ്മൾ ബാക്ക് എൻഡ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിപ്പോൾ ഇവിടെ ആക്ഷൻ കൊടുത്തു ലോഗിൻ, അതായത് നമ്മൾ ഈ റൗട്ടാണ് ലോഗിൻ, ഇവിടെ കാണിച്ച /login. മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ പോസ്റ്റ് കൊടുത്തു, അത് പോസ്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ പോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, കാരണം നമ്മളത് സെർവറിൽ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ സബ്മിറ്റ് അമർത്തുമ്പോൾ ഈ ഡാറ്റ script.jsക്ക് പോകണം, പക്ഷേ script.jsനുള്ളിൽ ഇത് കാണണം. ആ ഡാറ്റ നമുക്ക് ആദ്യം കൺസോൾ ചെയ്ത് കാണണം. അതെങ്ങനെ നമ്മൾ കാണും?
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റിക്വസ്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ ബോഡി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ബോഡി എന്ന ഒബ്ജക്റ്റിനുള്ളിലാണ് നമ്മൾ ഫോമിൽ കോഡ് അല്ലെങ്കിൽ API കോഡ് പാസ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ index.html ഇപ്പോൾ നമ്മൾ ചെയ്യണത് ഫോമിൽ കോഡാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ EJAX ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഫെച്ച് അല്ലെങ്കിൽ ആക്സിയോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റ പാസ് ചെയ്യാൻ പഠിക്കും. അത് അസിൻക്രോണസ് ആയിരിക്കും, പക്ഷേ ഇത് സിൻക്രോണസ് ആണ്. കാരണം ഇത് നമ്മൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റീഫ്രഷ് ആവും ഫോമിൽ കോഡ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മളതൊരു EJAX വഴി ചെയ്യുമ്പോൾ അത് റീഫ്രഷ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഫോമിൽ കോഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് ബോഡി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ console.login പോയിട്ട് request.body യൂസ് ചെയ്യണം. എന്നിട്ട് നമുക്കിവിടെ സേവ് ചെയ്യാം. നമുക്ക് നെറ്റ്വർക്ക് ടാബ് തുറക്കാം. നെറ്റ്വർക്ക് ടാബിൻ്റെ ഉള്ളിൽ നമുക്കിത് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാ HTML ഫയൽ ഉണ്ട്, index.css ഉണ്ട്, എല്ലാ നോർമൽ ഫയൽസും ഉണ്ട്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ജസ്റ്റ് ഒരു യൂസ് നെയിം ടൈപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ test@gmail.com എന്ന് ടൈപ്പ് ചെയ്യാം. പാസ്വേഡ് നമുക്ക് 123 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ വാലിഡേറ്റ് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ലോഗിൻ അമർത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ലോഗിൻ API കോൾ ചെയ്തു. നമ്മൾ ഹെഡേഴ്സിൻ്റെ അടിയിൽ താഴെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെസ്റ്റും പാസ്വേഡും. അപ്പോൾ ഇതിനാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇനി ബാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ പോസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 മിഡിൽവെയർ എക്സ്ട്രാ യൂസ് ചെയ്യണം. മെയിൻലി പോസ്റ്റും പുട്ടും ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ എന്തും സെർവറിലേക്ക് വരുന്ന മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ 2 മിഡിൽവെയർ നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യണം. ഗെറ്റിന് പ്രശ്നമില്ല, കാരണം ഗെറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ. പക്ഷേ ഇങ്ങോട്ട് എടുക്കുന്ന ടൈമിൽ നമ്മൾ 2 മിഡിൽവെയർ എക്സ്ട്രാ യൂസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ index.html വന്നാൽ നമ്മളിവിടെ റോ ആയിട്ടാണ് ഡാറ്റ കൊടുക്കുന്നത്. അത് സെർവറിലേക്ക് എത്തുമ്പോൾ അത് JSON ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് പാഴ്സ് ചെയ്യണം. എന്നാലാണ് script.json ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫോമിൽ അത് ചെയ്യണില്ല. പക്ഷേ നമ്മളത് EJAX യൂസ് ചെയ്യുമ്പോൾ നമ്മൾ JSON.stringify എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യും. പക്ഷേ ഈ ഫോമിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ മെയിൻലി അങ്ങനത്തെ കേസിലാണ് ഈ 2 മിഡിൽവെയർ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിൽ കൊടുക്കണം. അപ്പോൾ അത് എഴുതാനായി നമ്മളിവിടെ വന്നിട്ട് app.use എന്ന് എഴുതും. അപ്പോൾ നിങ്ങളിത് പല വഴിയിൽ കണ്ടിട്ടുണ്ടാവും. ബോഡി പാർസർ എന്ന് പറഞ്ഞ മെത്തേഡിൽ കണ്ടിട്ടുണ്ടാവും. അത് ആക്ച്വലി ഒരു മോഡ്യൂളാണ്, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ ഇത് express.json ഇപ്പോൾ ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ എക്സ്പ്രസ് എന്ന് എഴുതാം, .json എന്ന് കൊടുക്കാം. ഇത് ഉപയോഗിച്ചാലാണ് ആ വരുന്ന ഡാറ്റ അത് JSON ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പാഴ്സ് ചെയ്യുള്ളൂ. പിന്നെ ഒരു മിഡിൽ വെയർ കൂടെ ഉണ്ട്. അത് നമ്മൾ app.use കൊടുത്തതിന് ശേഷം express.url encoded. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ curly brackets തുറന്നിട്ട് extended true കൊടുക്കും. അപ്പോൾ ഈ 2 കാര്യം ബേസിക്കലി ചെയ്യണമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ JSON എന്ന് വെച്ചാൽ മെയിനായിട്ട് JSON ഫോർമാറ്റ് എടുത്തിട്ട് അത് പിന്നെ പാസ് ചെയ്യാനും, ഈ URL എൻകോഡഡ് മെയിനായിട്ട് ഈ ഫോമിൽ കൊടുക്കുന്ന ഡാറ്റ സ്ട്രിംഗ് ആണോ അരേ ആണോ ഒബ്ജക്റ്റ് ആണോ നോക്കിയിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ JSOനും URL എൻകോഡഡും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ആപ്ലിക്കേഷൻ്റെ ആറ്റം ടോപ്പിൽ വേണം എഴുതാൻ. എന്നിട്ട് ഈ മിഡിൽ വെയർ കൂടെ പാസ് ചെയ്തതിന് ശേഷമാണ് ആ ഡാറ്റ പിന്നെ നമുക്ക് ഈ ലോഗിൻ റൗട്ടിൻ്റെ ഉള്ളിൽ request.bodyൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ മിഡിൽ വെയറിൽ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും app.useൽ ടോപ്പ് എഴുതി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പോയതിനു ശേഷമാണ് പിന്നെ അടുത്തേക്ക് പോകുള്ളൂ, അടുത്ത മിഡിൽ വെയറിലേക്ക് പോകുള്ളൂ. അപ്പോൾ request.bodyൻ്റെ ഉള്ളിൽ നമുക്ക് ഇമെയിലും കിട്ടി, പാസ്വേഡ് കിട്ടി. അത് നമുക്കിനി ഈ ഇമെയിലും പാസ്വേഡായിട്ട് കറക്റ്റ് ആണോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് request.body എടുത്തിട്ട് കൺസോൾ റിമൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് കോൺസ്റ്റ് ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇമെയിൽ പാസ്വേഡ് നമുക്ക് ഈസ് ഈക്വൽ ടു request.body കൊടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ request.bodyൻ്റെ ഉള്ളിൽ നിന്ന് ഇമെയിലും പാസ്വേഡും ഡീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ ഈ ഇമെയിലും പാസ്വേഡാണ് ഇവിടെ കാണുന്ന ഈ നെയിമിലത്തെ ഇമെയിലും പാസ്വേഡും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിവിടെ ഈ ഇമെയിലും സെയിം ആണെങ്കിൽ, പിന്നെ ഈ പാസ്വേഡ് സെയിം ആണെങ്കിൽ നമുക്ക് ലോഗിൻ സക്സസ്ഫുൾ എന്ന് തന്നെ മെസ്സേജ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ലോഗിൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഇമെയിലും പാസ്വേഡ് DB എന്ന് കൊടുക്കാം. ജസ്റ്റ് DB എന്നാണെന്ന് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ DB എന്ന് കൊടുക്കാം. നമുക്കിവിടെ email is equal to email DB and അതായത് രണ്ടും കറക്റ്റ് ആണല്ലോ, ഒരെണ്ണം മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൻഡ് കൊടുക്കും. പാസ്വേഡ് is equal to പാസ്വേഡ് DB. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെങ്കിൽ നമ്മളിവിടെ response.sendൻ്റെ ഉള്ളിൽ ലോഗിൻ സക്സസ്ഫുൾ എന്ന് കൊടുക്കും. അപ്പോൾ response.send സക്സസ്ഫുൾ ആണ്. അതല്ലെങ്കിൽ നമ്മളിവിടെ എൽസിൻ്റെ ഉള്ളിൽ response.send ലോഗിൻ ഫെയിൽഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെയല്ല നമ്മൾ എഴുതാം. നമ്മൾ ആക്ച്വലി ഒരു ലോഗിൻ ഫോം എഴുതുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ കോഡ് സ്ട്രക്ചർ ഉണ്ടാവും, അത് കംപ്ലീറ്റ് വേറെ ആയിരിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്തതിനു ശേഷം ഇനി നമ്മൾ ബാക്കി പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ debugmedia@gmail.com എന്ന് കൊടുക്കണം. നമ്മൾ പാസ്വേഡ് 1234 കൊടുക്കണം ഇപ്രാവശ്യം. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ലോഗിൻ ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. കാരണം നമ്മളിവിടെ ഈ റെസ്പോൺസാണ് ട്രിഗർ ചെയ്തത്, കാരണം ഇത് ഇമെയിലും പാസ്വേഡും സെയിം അല്ല. ഇപ്പോൾ സെയിം ബാക്കി പോയിട്ട് നമ്മൾ ഇനി ഇവിടെ
ഡീബഗ് മീഡിയ കൊടുത്ത് 1 2 3 കൊടുത്തിട്ട് ലോഗിൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ലോഗിൻ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ അധികം ഒത്തൻറ്റിക്കേഷൻ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് ഹാർഡ് കോഡഡ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും നമ്മൾ ഫോം വഴി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് ഡാറ്റ പാസ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഈ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യാൻ മുമ്പ് നിങ്ങൾക്ക് ഞാൻ ബേസിക് ജാവാസ്ക്രിപ്റ്റ് വാലിഡേഷൻ പഠിപ്പിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം വെറുതെ ഈ ലോഗിൻ ക്ലിക്ക് ചെയ്യണം, അപ്പോഴും ലോഗിൻ ഫീൽഡ് കാണിക്കും, ഡയറക്റ്റ് സെർവറിലേക്ക് പോയി. പക്ഷെ അത് പാടില്ല, അത് നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഇവിടെ വാലിഡേറ്റ് ചെയ്തിട്ട് വേണം ബാക്ക് എൻഡിലേക്ക് പാസ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ മെസ്സേജ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു വാലിഡേഷൻ ചെയ്യാം. ഈ ഇമെയിലും പാസ്വേഡും എംറ്റി ആണെങ്കിൽ നമുക്കിവിടെ ഒരു അലേർട്ട് കാണിക്കണം, പ്ലീസ് ഫിൽ ദ ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ വന്നിട്ട് ഒരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ validate.js എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആ ഫയൽ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ വന്നിട്ട് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ src=js, അതിൻ്റെ ഉള്ളിൽ validate.js ഇത് സേവ് ചെയ്യാം. ഇനി നമുക്ക് വാലിഡേറ്റിനുള്ളിൽ പോകാം. ഇത് പല മെത്തേഡിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഓൺ സബ്മിറ്റ് ഇതിനുള്ളിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഇതിനുള്ളിൽ വിളിക്കാം, അല്ലെങ്കിൽ ആഡ് ഇവൻറ്റ് ലിസ്ണർ കൊടുക്കാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഒരു സെയിം മെത്തേഡ് തന്നെ എഴുതാൻ. അപ്പോൾ നമുക്കിവിടെ ആഡ് ഇവൻറ്റ് ലിസ്ണർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഫോം ആക്സസ് ചെയ്യാം, കാരണം ഫോമിൻ്റെ ഓൺ സബ്മിറ്റിലാണ് നമ്മളിത് സെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ കോൺസ്റ്റ് ഫോം document.query selector, എന്നിട്ട് ഞാൻ കുറച്ച് സൂം ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫോം എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ അടി വന്നിട്ട് ഓരോ ഇൻപുട്ടും ആക്സസ് ചെയ്യാം. അതായത് നമുക്ക് നെയിമും വേണം, പാസ്വേഡ് വേണം, കാരണം അതിൻ്റെ വാല്യൂസാണ് നമ്മൾ ഫെച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ index.html നമ്മളിവിടെ ഓൾറെഡി നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്, നെയിമും ഇമെയിൽ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആക്സസ് ചെയ്യാം. നമുക്ക് വെറുതെ ഐഡിയും ക്ലാസ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഈ സെയിം സാധനം തന്നെ 2 പ്രാവശ്യം കോപ്പി ചെയ്തിട്ട് ഇമെയിൽ എന്ന് കൊടുക്കാം, ഇവിടെ നമുക്ക് പാസ്വേഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി ഈ ഇമെയിൽ നമുക്ക് ആക്സസ് ചെയ്യണം, പക്ഷേ നമുക്ക് ഐഡിയും ക്ലാസ്സും ഇല്ല, ജസ്റ്റ് ഇൻപുട്ട് ടാഗ് ഉള്ളൂ. പക്ഷേ ഇൻപുട്ട് ടാഗ് ആക്സസ് ചെയ്താൽ അത് ഇതിനും ആക്സസ് ചെയ്യും, ഇതിനും ആക്സസ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻപുട്ട് കൊടുക്കും, പിന്നെ നമ്മൾ ഒരു CSS സെലക്ടർ ഉണ്ട്, നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈപ്പ് ഇമെയിൽ എന്ന് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കി കാണാൻ പറ്റും index.html ടൈപ്പ് നമുക്ക് ഇമെയിൽ ഉണ്ട്, അപ്പോൾ അത് മാത്രമേ ആക്സസ് ചെയ്യുള്ളൂ. അതേപോലെ നമുക്ക് ഇവിടെയും ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇമെയിൽ മാത്രം കൺസോൾ ചെയ്യാം. ബാക്കി പോയിട്ട് കൺസോളിൽ റീഫ്രഷ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇൻപുട്ട് ബോക്സോട് കാണുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് വെച്ചിട്ടാണ് അതിനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ്, ഇൻപുട്ട് ടാഗ് കൊടുക്കുക, പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ അതിൻ്റെ ടൈപ്പും ആ ടൈപ്പിൻ്റെ നെയിമും കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഫോമിൻ്റെ സബ്മിറ്റിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഫോം എന്നിടാം. നമുക്കിവിടെ ആഡ് ഇവൻറ്റ് ലിസണർ കൊടുക്കാം. ഇത് സബ്മിറ്റിന് വേണ്ടി ലിസൺ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന് ഫംഗ്ഷൻ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ വേറെ എവിടെയെങ്കിലും താഴെ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് താഴെ കോൾ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഓൺ സബ്മിറ്റ് ഫംഗ്ഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഓൺ സബ്മിറ്റ് ഫംഗ്ഷനിലായിരിക്കണം നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താഴെ വന്നിട്ട് ഫംഗ്ഷൻ ഓൺ സബ്മിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് കേർലി ബ്രാക്കറ്റ്, ഇതിനുള്ളിൽ നമുക്ക് അതിൻ്റെ വാലിഡേഷൻ എഴുതാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യണം ഇഫ് നമ്മളുടെ ഇമെയിൽ ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു എംറ്റി ആണോ എന്ന്. അത് എം ടി ആണ്, ഓർ അതായത് നമ്മൾ ഇമെയിൽ എം ടി ആണോ അല്ലെങ്കിൽ പാസ്വേഡ് എം ടി ആണെങ്കിലും നമ്മൾ ഈ അലേർട്ട് കാണിക്കണം. അപ്പോൾ ആൻഡ് എന്ന് വെച്ചാൽ 2 എം ടി ആണെങ്കിലേ കാണിക്കുള്ളൂ. പക്ഷേ ഈ കേസിൽ ഏതിൽ ഒരെണ്ണം എം ടി ആയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഇമെയിൽ ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു എം ടി ഓർ പാസ്വേഡ് ഡോട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു എം ടി. ഇത് എം ടി ആണെങ്കിൽ നമുക്കിവിടെ അലേർട്ട് കാണിക്കാം, പ്ലീസ് ഫിൽ ദ ഫോം. നമുക്ക് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാം, റിട്ടേൺ ഫോൾസ് കൊടുക്കും. കാരണം ഈ റിട്ടേൺ ഫോൾസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിവിടെ index.html സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്മിറ്റ് ആവും ഈ ലോഗിൻ മെത്തേഡ്, ഈ ലോഗിൻ ആക്ഷനിലേക്ക്. അപ്പോൾ ആ സബ്മിറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിവിടെ റിട്ടേൺ ഫോൾസ് കൊടുക്കും. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ മുമ്പ് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് റീഫ്രഷ് ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഇവൻറ്റ് കൊടുക്കാം. നമ്മൾ ഇതിനുള്ളിൽ വന്നിട്ട് ഇഫിനുള്ളിൽ വന്നിട്ട് ഇവൻറ്റ് ഡോട്ട് പ്രിവെൻറ്റ് ഡിഫോൾട്ട്, അതായത് റീഫ്രഷ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിവെൻറ്റ് ഡിഫോൾട്ട് കൊടുക്കും. നമ്മൾ സേവ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്യണമെങ്കിൽ ലോഗിൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അലേർട്ട് കിട്ടും. ഓക്കെ അമർത്തി കഴിഞ്ഞാൽ ആ പേജ് വേറെ ഫയലിലേക്ക് പോകില്ല. പക്ഷേ നിങ്ങൾ ഇനി ഇവിടെ എന്തെങ്കിലും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ debugmedia എന്ന് കൊടുക്കാം, gmail.com കൊടുക്കാം, പാസ്വേഡും കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് അടുത്തേക്ക് പോകും.
കാരണം നമ്മളെ ഈ വാലിഡേഷൻ കറക്റ്റ് ആണ്. അതായത് ഇമെയിലും എം ടി അല്ല, പാസ്വേഡും എം ടി അല്ല. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു മെത്തേഡ് മാത്രമാണ്. നിങ്ങൾക്ക് പല വഴിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത്. പക്ഷേ നമ്മൾ ഇനി ഓരോ പ്രാവശ്യം ഓരോ ഫംഗ്ഷനാലിറ്റി ചെയ്യുമ്പോൾ നമ്മൾ പല മെത്തേഡായിരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്കൊരു ബേസിക് ലോഗിൻ സിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി വരുന്ന ഫോംസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, ഡെവലപ്പും ചെയ്യുക. പക്ഷേ ഈ ഒരു സെയിം കോഡ് ഫോർമാറ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇത് കാരണം നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഇനി കൂടുതലും ഡാറ്റാബേസിലത്തെ വാല്യൂസും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ടോക്കൺ ഉണ്ടാവും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ മിഡിൽവെയർ ആയിട്ട് പാസ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ട് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ടൈം ടു ടൈം കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.